നമസ്കാരം. മലയാളികളുടെ ജനപ്രിയ നായകനാണ് ദിലീപ്. സ്റ്റേജുകളിൽ മിമിക്രി താരമായി തന്റെ കരിയർ തുടങ്ങിയ ദിലീപ് ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി, നിർമ്മാതാവായി, അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ്. മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നടനാണ് അദ്ദേഹം. ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടൻ കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല. കോമഡി സിനിമകളുടെ ഒരു നിര തന്നെ ദിലീപിന്റേതായിട്ടുണ്ട്. മീശ മാധവൻ, CID മൂസ, കല്യാണരാമൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് സിനിമകളായി ഇന്നും നിലനിൽക്കുന്നു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത്. എന്നിരുന്നാലും നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. ദിലീപിന് 150ാമത് ചിത്രമായി പ്രിൻസ് ആൻഡ് ഫാമിലി മെയ് 9-ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. മികച്ച പ്രേക്ഷക പ്രീതി നേടി മുന്നേറുകയാണ് ചിത്രം. ചിത്രത്തിന്റെ റിലീസിന് മുൻപ് കാര്യമായ പ്രൊമോഷൻ പരിപാടികളൊന്നും തന്നെ അണിയറ പ്രവർത്തകർ നടത്തിയിരുന്നില്ല. ചിത്രത്തിന്റെ വിജയത്തിന് ശേഷമാണ് പരിപാടികൾ നടത്തിയിരുന്നത്. ഇപ്പോഴിതാ ഇത്തരത്തിലൊരു പരിപാടിയിൽ സംസാരിക്കവേ ദിലീപ് പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. തന്റെ പൊക്കമില്ലായ്മ തനിക്ക് ഇതുവരെയും സഹായമായിരുന്നു എന്നാണ് ദിലീപ് പറയുന്നത്. ഞാൻ അന്നും ഇന്നും ഒക്കെ ഒരു സാധാരണക്കാരൻ മാത്രമാണ്. അതുതന്നെയായിരിക്കും എന്റെ പ്ലസ് പോയിന്റ്. ഞാൻ സിനിമയിൽ വന്ന സമയത്തൊക്കെ പലരും എന്നെക്കുറിച്ച് എനിക്ക് തടിയില്ല, പൊക്കമില്ല എന്നൊക്കെ പറഞ്ഞു. പൊക്കം എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി മനുഷ്യന് വേണ്ട ആവശ്യത്തിനുള്ള പൊക്കമൊക്കെ എനിക്കുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അനുഗ്രഹമായിട്ടേ തോന്നിയിട്ടുള്ളൂ. അതൊക്കെ എനിക്ക് പിന്നീട് ഫീൽ ചെയ്തതാണ്. എനിക്കൊരു 6 അടിയോ 6.5 അടിയോ പൊക്കം ഉണ്ടായിരുന്നേൽ എനിക്ക് കുഞ്ഞിക്കൂരനോ ചാന്തുപൊട്ടോ മായാമോഹിനിയോ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ദൈവം ഓരോ കാര്യങ്ങളെയും മോൾഡ് ചെയ്യും മുൻപ് അതിനുവേണ്ടി ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ രൂപം എന്തായാലും നമ്മൾ എന്താണെങ്കിലും അതിൽ സംതൃപ്തി അടയുക. കാരണം അതിനൊക്കെ ഒരു റീസൺ ഉണ്ടാകുമെന്ന് പറയില്ലേ. ദൈവം ഒന്നും കാണാതെ ഒന്നും സ്കെച്ച് ചെയ്യുകയോ മോൾഡ് ചെയ്യുകയോ ചെയ്യില്ല. എനിക്ക് അത്തരം ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആദ്യമൊക്കെ എനിക്ക് അതിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ അതിനെയൊക്കെ അനുഗ്രഹമായി കണ്ടു തുടങ്ങി. പിന്നീട് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് തുടങ്ങിയപ്പോൾ ശരിയല്ലേ, എനിക്ക് കുറെ ഉയരമുള്ള ആളായിരുന്നുവെങ്കിൽ ചാന്തുപൊട്ട് സിനിമയിലെ കഥാപാത്രമായി സംസാരിച്ചാൽ ആളുകൾ എന്ത് വിചാരിക്കും? ഒരു വലിയ സാധനം വന്നിങ്ങനെ തിന്നാൽ ആളുകൾ ചിന്തിക്കുന്നത് ഇയാൾക്കൊക്കെ എന്തിന്റെ കേടാണ് എന്നായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ സാരിയൊക്കെ ഉടുത്ത് 6 അടി പൊക്കത്തിൽ മായാമോഹിനിയായിട്ട് നിന്നാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ഈ ഉയരക്കുറവ് എനിക്കൊരു അനുഗ്രഹമല്ലേ എന്നാണ് ദിലീപ് പറഞ്ഞത്. ഈ കാലത്ത് തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കാൻ കെൽപ്പുള്ള ഒരു താരം മാത്രമായിരുന്നില്ല ദിലീപ്. അതിനപ്പുറം മികച്ച അഭിനയശേഷിയും തന്റേതായ ശൈലിയുമുള്ള നടൻ എന്ന നിലയിലും അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തിയിരുന്നു. സല്ലാപവും ജോക്കറും കഥാവിശേഷനും ഗ്രാമഫോണും അരികെയും അങ്ങനെ വിരലിലെണ്ണാവുന്ന ചില സിനിമകളിൽ തനിക്ക് കോമഡി മാത്രമല്ല ഇമോഷണൽ രംഗങ്ങളും അതിഗംഭീരമായി അവതരിപ്പിക്കാൻ തനിക്ക് കഴിയുമെന്ന് തെളിയിച്ച ആളാണ് ദിലീപ്. എന്നാൽ ദിലീപിന് അടുത്ത കാലത്തായി നല്ല സമയമല്ല സിനിമയിൽ. നടന്റേതായി പുറത്തെത്തിയ ചിത്രങ്ങൾക്കൊന്നും തന്നെ പ്രതീക്ഷിച്ചത്ര വിജയം കൈവരിക്കാനായില്ല. മിമിക്രിയിലൂടെയായിരുന്നു ദിലീപ് സിനിമയിലേക്ക് എത്തുന്നത്. എന്നാൽ അടുത്തിടെ കഴിഞ്ഞ കുറച്ചു കാലം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ എല്ലാം നിങ്ങൾ കണ്ടതാണ്. കോടതിയും കേസും ഒക്കെയായി എന്താണ് നടക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. അതോടെ ഒരു നടനാണ് എന്നത് ഞാൻ തന്നെ മറന്നുപോയ അവസ്ഥയായി എന്നാണ് അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞത്. ഞാൻ ഒരു നടനാണ് എന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനുവേണ്ടി എല്ലാവരുടെയും സിനിമ കാണും. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സിനിമകൾ തന്നെ കാണാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് വീണ്ടും അഭിനയിക്കണമെന്ന തോന്നലുണ്ടാകുന്നത്. 2 വർഷം ഞാൻ അഭിനയിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എല്ലാം തീരട്ടെ എന്നിട്ട് നോക്കാം എന്ന നിലപാടിലായിരുന്നു ഞാൻ. എന്നാൽ ഒന്നും തീർക്കാൻ ആർക്കും താല്പര്യമില്ല. മറുവശത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ പറയുന്നത് നിങ്ങൾ വീണ്ടും സിനിമ ചെയ്യണമെന്നാണ്. എനിക്ക് ദൈവം തന്ന നിധിയാണ് സിനിമ. അതിനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടുപോയ ഒരാളുമായിരുന്നു ഞാൻ. പെട്ടെന്നാണ് ഒരു ഇത് കിട്ടുന്നത്. എന്തായാലും അതിൽ നിന്നെല്ലാം മാറി ദൈവം അനുഗ്രഹിച്ച് വീണ്ടും വ്യത്യസ്തമായ വേഷങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്നു. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു. എൻ്റെ ലോകം സിനിമയാണ്. അത്രമേൽ ഞാൻ സിനിമയെ സ്നേഹിക്കുന്നു. എനിക്കെല്ലാം തന്നത് സിനിമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ ഇവിടെ വേണ്ടെന്ന് തീരുമാനിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അതുപോലെ ഞാൻ ഇവിടെ വേണമെന്ന് തീരുമാനിക്കുന്ന ആളുകളുമുണ്ട്. എന്നെ പിന്തുണയ്ക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകനാണ് എന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന ആൾ. വലിയ കമ്പനികളുടെ സിഇഒമാർ വരെ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ എന്താണ് ദിലീപ് സിനിമ ചെയ്യാത്തത്? സമ്മർദ്ദ സമയങ്ങളിൽ നിങ്ങളുടെ സിനിമകളാണ് ആശ്വാസമാകുന്നത്. നമ്മൾ നോർമലാകും, നമ്മൾ ചിരിക്കും, നിങ്ങളുടെ ചില സിനിമകളുടെ എവിടെ മുതൽ വേണമെങ്കിലും കണ്ട് ആസ്വദിക്കാം എന്ന് പറയും. അത് നമുക്ക് കിട്ടുന്ന വലിയ എനർജിയാണ്. വീണ് കഴിഞ്ഞാൽ വീണ്ടും ചാടി എഴുന്നേൽക്കുന്നത് ആ ഒരു എനർജിയാണ് എന്നും നടൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ അഫ്സൽ ആലപിച്ച ഹാർട്ട് ബീറ്റ് കൂട്ടർ എന്ന ഗാനം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞു. മാജിക് ഫ്രെയിംസിന്റെ ബാനർ ലിസ്റ്റൻ സ്റ്റീഫൻ നിർമ്മിച്ചു വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. അജയന്റെ 2ാം മോഷണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായും ചിത്രവുമായാണ് മാജിക് ഫ്രെയിംസ് എത്തിയത്. ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രമായാണ് ചിത്രത്തിലെത്തിയത്. ദിലീപിന്റെ അനുജന്റെ വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസനും എത്തിയിരുന്നു. സിദ്ദിഖ്, ബിന്ദു പണിക്കർ, മഞ്ജു പിള്ള, ധ്യാൻ ശ്രീനിവാസൻ, ജോണി ആന്റണി, ജോസ് കുട്ടി, അശ്വിൻ ജോസ്, റോസ്ബത്ത് ജോയ്, പാർവതി രാജൻ, ശങ്കരാടി എന്നീ താരങ്ങളെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലെത്തുന്നു. ദിലീപേട്ടന് ഒരു ഹിറ്റ് നൽകണം എന്ന ആഗ്രഹത്തിലാണ് ഇങ്ങനൊരു ചിത്രം നിർമ്മിക്കാൻ തയ്യാറായതെന്ന് ലിസ്റ്റൻ സ്റ്റീഫൻ സിനിമയുടെ പൂജാവേളയിൽ തന്നെ അറിയിച്ചിരുന്നു. പവി കെയർ ടേക്കർ എന്ന ചിത്രമാണ് ദിലീപിന്റെ ഏറ്റവും ഒടുവിൽ റിലീസായ സിനിമ. ചിത്രത്തിന്റെ പ്രൊമോഷൻ വേളയിൽ ലിസ്റ്റിൻ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു. കുറ്റം ചെയ്തെന്ന് തെളിയിക്കുന്നതുവരെ ഒരാൾ കുറ്റാരോപിതൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായിരുന്നു എന്റെ ധൈര്യം. ഈ സബ്ജക്റ്റിലുള്ള ധൈര്യം ഇത് ദിലീപേട്ടൻ ചെയ്താൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാവൂ എന്നതുകൊണ്ടാണ് ഞങ്ങൾ ദിലീപേട്ടൻ അടുത്തെത്തിയത്. ടൈറ്റിൽ പോലും വരുന്നതിന് മുമ്പ് ആരൊക്കെയാണ് അഭിനയിക്കുന്നതെന്നൊക്കെ തീരുമാനിക്കും മുമ്പ് ദിലീപിന്റെ ഒരു സിനിമ തുടങ്ങിയ അന്ന് മുതൽ നെഗറ്റീവുകൾ വന്നു.
കൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ് ഇങ്ങനെ നെഗറ്റീവ് വരുന്നതെന്ന് ഞാൻ ദിലീപേട്ടനോട് ചോദിച്ചിരുന്നു. ലിസ്റ്റിന് ആദ്യമായിട്ടല്ലേ എന്നെ വെച്ച് സിനിമ ചെയ്യുന്നത്, അതാണ്, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. ഞാനിത് കുറെ നാളുകളായി ശീലിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ടേ പോവുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ 8ാം പ്രതിയാണ് ദിലീപ്. 2017 ജൂലൈ 10-നായിരുന്നു നടൻ ദിലീപ് അറസ്റ്റിലാകുന്നത്. ഗൂഢാലോചന കുറ്റം ചുമത്തിയായിരുന്നു ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ദിലീപിനെതിരെ 19 തെളിവുകൾ ഉണ്ടായിരുന്നുവെന്നും അന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റിന് പിന്നാലെ ജാമ്യം ലഭിക്കുമെന്ന് ദിലീപ് പ്രതീക്ഷിച്ചെങ്കിലും 85 ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒടുവിൽ ഒക്ടോബർ 3-നായിരുന്നു ദിലീപിന് ജാമ്യം ലഭിച്ചത്. അന്നു മുതൽ കേസുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി 50-ന് മുകളിൽ ഹർജികളാണ് നൽകിയത്. ലക്ഷങ്ങൾ ഫീസായി നൽകി ഇന്ത്യയിലെ തന്നെ പ്രബലരായ വക്കീലന്മാരെ നിയോഗിച്ചായിരുന്നു ദിലീപ് ഈ ഹർജികളെല്ലാം സമർപ്പിച്ചത്. ആദ്യം നടി ആക്രമിക്കപ്പെട്ട കേസിലെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടും രേഖകൾ ആവശ്യപ്പെട്ടുമെല്ലാം ദിലീപ് ഹർജികൾ നൽകി. പിന്നീട് പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നും കുറ്റമുക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോടതിയിലെത്തിയത്. അതേസമയം തനിക്കിപ്പോൾ സംസാരിക്കാൻ അനുവാദമില്ലെന്നാണ് ദിലീപ് പറയുന്നത്. ഞാനാണെങ്കിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഓപ്പണായിട്ട് സംസാരിക്കുകയും ചെയ്യും. പിന്നെ അതെനിക്ക് പാരയായി വരും. അത് നമുക്ക് എന്തായാലും സംസാരിക്കാം. അതിനെന്തായാലും ദൈവം ഒരു ദിവസം തരും. അതുവരെ നമ്മൾ സംസാരിച്ചിട്ടില്ല. ഏത് വഴിക്ക് പോകുന്നവനും നമ്മളെ തലക്കിട്ടടിക്കുകയാണ്. ഒരുപാട് പേര് കൂടെ നിന്നിട്ടുണ്ട്. നമ്മുടെ വീട് ഒരു ഐലൻഡ് ആക്കുമ്പോൾ അവിടെ വന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കെതിരെയും കേസെടുത്ത് ഇനി ആരും എന്നെ വന്ന് സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുവെന്നും ദിലീപ് വെളിപ്പെടുത്തുന്നുണ്ട്.